നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുഖ്യം പ്രധാനം വായിക്കുന്നത് ആൻസി ജോർജ്. ചൈനയിൽ കോവിഡിന് സമാനമായ വൈറസ് ബാധ, ജലദോഷവും പനിയും പടർത്തുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് റിപ്പോർട്ട്. പരിശോധിച്ചു വരുന്നതായും ആശങ്ക വേണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനത്തും ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇനി 5 ദിനരാത്രങ്ങൾ കലയുടെ പൂരക്കാഴ്ചകൾ നിറയും. താരസംഘടനയായ അമ്മയുടെ കുടുംബസംഗമം ഇന്ന്. അമ്മയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കുടുംബസംഗമം. താൽക്കാലിക സംഘടനയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗോവൻ ഓൺലൈൻ ലോട്ടറിക്കെതിരെ കേരളം തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നികുതി വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. കേന്ദ്രം അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് പിടിക്കാൻ UDF-ൽ കുറുമുന്നണി നീക്കം. CMP, RSP, ഫോർവേഡ് ബ്ലോക്ക്, RMP പാർട്ടികളാണ് കൂട്ടായി നിന്ന് വിലപേശാൻ ലക്ഷ്യമിടുന്നത്. ഉത്തരേന്ത്യയിൽ ശൈത്യം പിടിമുറുക്കി. താപനില 6 സെൽഷ്യസിലേക്ക് താണു. കനത്ത മൂടൽമഞ്ഞു കാരണം ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ 30 വിമാനങ്ങൾ റദ്ദാക്കി. 200 വിമാന സർവീസുകൾ വൈകി. ദേശീയ സീനിയർ ഫെൻസിംഗിൽ പുരുഷ വിഭാഗത്തിൽ സർവീസസും വനിതാ വിഭാഗത്തിൽ ഹരിയാനയും ചാമ്പ്യന്മാരായി. വനിതകളുടെ മത്സരത്തിൽ മണിപ്പൂർ 2ാം സ്ഥാനത്തും തമിഴ്നാട് 3ാം സ്ഥാനവും നേടി. ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് കോട്ടയം സ്വദേശികളായ 2 പേർ മരിച്ചു. കോട്ടയം പങ്ങട പള്ളിക്കാട്ടുപടി പുളിയുറുമ്പിൽ സനൽ 25, പിന്നിലിരുന്ന ചങ്ങനാശ്ശേരി പെരുമ്പനച്ചി വെള്ളിപ്പറമ്പിൽ ഇവ്യോൺ 25 എന്നിവരാണ് മരിച്ചത്. ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. ചേർത്തലയിൽ തെരുവുനായയുടെ കടിയേറ്റ് വയോധിക പേവിഷബാധയേറ്റ് മരിച്ചു. കടക്കരപ്പള്ളി പഞ്ചായത്ത് 8ാം വാർഡിൽ വടക്കേക്കണ്ടത്തിൽ 63-കാരിയായ ലളിതയാണ് മരിച്ചത്. ശബരിമലയിൽ തിരക്കേറി. ഇന്നലെ 1 ലക്ഷം പേർ ദർശനം നടത്തിയതായാണ് കണക്ക്.